പ്രോസ്റ്ററ്റൈറ്റിസ് അഥവാ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ഇൻഫെക്ഷൻ ആണെങ്കിൽ, പഴുപ്പാണെങ്കിൽ രോഗിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അടിക്കടി മൂത്രം പോകണം എന്നുള്ള എന്നോട് തോന്നൽ, ഒഴിച്ചു കഴിഞ്ഞാലും പിന്നെയും മൂത്രം ഒഴിക്കണം എന്നുള്ള ഒരു ഫീല് ഒന്ന്. രണ്ട്, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ പോയി തീർന്നില്ല എന്നുള്ളൊരു തോന്നൽ, ഇനിയും മൂത്രസഞ്ചി കിടപ്പുണ്ടോ എന്നുള്ളൊരു ഫീല്. പിന്നെ മൂത്രനാളിക്കകം, അതായത് നമ്മൾ യൂറിത്ര മുഴുവനും അകത്തായിട്ട് ഒരു ചൂട് തോന്നുക, അല്ലെങ്കിൽ അതിനകത്തൊരു എരിച്ചില്, അല്ലെങ്കിൽ വേദന, ഇതെല്ലാം മൂത്രനാളിക്ക് അകത്ത് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ. ഇത് കൂടുതലും പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷനിൽ അനുഭവപ്പെടാം. പിന്നെ മൂത്രം ഒഴിക്കുന്നതിനുള്ള തടസ്സം, അത് സാധാരണ പ്രോസ്റ്ററ്റൈറ്റിസ് ഇൻഫെക്ഷൻ സമയത്ത് ഇൻഫെക്ഷൻ ഉള്ളപ്പോഴും ഈ തടസ്സം അനുഭവപ്പെടാം. പക്ഷേ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ചയിലാണ് നമുക്കിത് കൂടുതലായിട്ട് ഈ തടസ്സം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ചികിത്സാ രീതിയിലേക്ക് വരികയാണെങ്കിൽ, മരുന്ന് ചികിത്സ കൊണ്ട് ഭേദമാകുന്ന അവസ്ഥയിൽ നിന്ന് ശസ്ത്രക്രിയയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വരാറില്ലേ? ഈ പ്രോസ്റ്റേറ്റിന്റെ ഈ മൂന്ന് അസുഖങ്ങളെ നമ്മൾ ചികിത്സിക്കുന്നത് മൂന്ന് രീതിയിലാണ്. ഇപ്പൊ പ്രോസ്റ്റേറ്റിലെ ഇൻഫെക്ഷൻ, പ്രോസ്റ്ററ്റൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖമാണെങ്കിൽ നമുക്ക് മരുന്ന് ചികിത്സയാണ്, ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ്. അതിനകത്തുള്ള ഒരു പ്രശ്നം, ഈ പ്രോസ്റ്ററ്റൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം മിക്കവാറും ഒരു ക്രോണിക് പ്രോസ്റ്റൈറ്റിസ് എന്ന കണ്ടീഷൻ. കാരണം ഒരിക്കൽ പ്രോസ്റ്റേറ്റിൽ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമുക്ക് തീർത്തും അത് അങ്ങോട്ട് മാറി കിട്ടത്തില്ല. നമ്മളിപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കാം, അല്ലാത്തപ്പോൾ ഇൻഫെക്ഷൻ ഇല്ലാതെയും പ്രോസ്റ്റൈറ്റിസ് പ്രസന്റ് ചെയ്യാം. നമ്മൾ ബാക്ടീരിയൽ പ്രോസ്റ്റൈറ്റിസ് എന്ന് പറയും, അതായത് അണുക്കളില്ലാതെയും ഇൻഫെക്ഷൻ പ്രസന്റ് ചെയ്യാം. അപ്പൊ അത് ഇൻഫെക്ഷൻ ആദ്യം നമ്മൾ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു പരിധിവരെ ഒരു അക്യൂട്ട് പ്രോസ്റ്റൈറ്റിസ് നമുക്ക് ആ നേരത്തെ തന്നെ പിടിച്ചു നിർത്താൻ പറ്റും. ചിലരിൽ അത് ക്രോണിക് പ്രോസ്റ്റൈറ്റിസ് എന്നൊരു കണ്ടീഷനിലേക്ക് പോകും, അതായത് ഇടവിട്ട് അതിൽ എപ്പോൾ വേണമെങ്കിലും ഈ ഇറിറ്റേഷനൊക്കെ ഉണ്ടാക്കാം. ചിലപ്പോൾ ഇൻഫെക്ഷൻ വേണമെന്നില്ല. അതിന് പ്രധാന കാരണം ഇതിനൊരു മാനസികമായിട്ടൊരു ബന്ധവും കൂടെ ഉള്ളതുകൊണ്ടാണ്. ഈ പ്രോസ്റ്റേറ്റ്, മൂത്രസഞ്ചി എല്ലാം തന്നെ മനസ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അവയവങ്ങളാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ നമ്മളിപ്പോൾ ഈ ടെൻഷനൊക്കെ അടിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു എക്സാം പ്രസന്റ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഇതിന് കയറുമ്പോൾ നമുക്ക് അടിക്കടി മൂത്രം ഒഴിക്കണം എന്നുള്ള തോന്നല്. ഇത് മനസ്സുമായിട്ട് ബന്ധമുള്ള അവയവങ്ങളായതുകൊണ്ട് മാനസികമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ഇതിനെ നമ്മൾ സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയും. ഇപ്പം നമ്മൾ മനുഷ്യന്റെ പല അസുഖങ്ങളും നമ്മളിപ്പം അറിയാം, നമുക്കിതെല്ലാം മനസ്സുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളാണെന്ന്, മിക്കവാറും എല്ലാ അസുഖങ്ങളും. അപ്പൊ ഈ സൈക്കോസൊമാറ്റിക് അസുഖം എന്ന് പറയുന്നത് മനസ്സും ശരീരത്തിലെ അവയവമായിട്ടുള്ള അസുഖമായിട്ടുള്ള റിലേഷനാണ്. അപ്പൊ ആ ഗ്രൂപ്പിൽ പെടുന്ന ഒരു അസുഖമായിട്ടാണ് ഇപ്പൊ ക്രോണിക് പ്രോസ്റ്റൈറ്റിസ് എന്നൊരു അസുഖം വരുന്നത്. അപ്പം മാനസികമായിട്ടുള്ള സമ്മർദ്ദം, ടെൻഷന്, ആങ്സൈറ്റി, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഈ പ്രോസ്റ്റൈറ്റിസ് ഉള്ള ആൾക്കാരിൽ ഇതിന്റെ പ്രശ്നങ്ങൾ കൂടും. അത് കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ളതാണ്. അപ്പൊ അല്ലാത്തൊരു സിറ്റുവേഷൻ, നമ്മൾ ഇൻഫെക്ഷൻ ഒക്കെ നമുക്ക് ആന്റിബയോട്ടിക്സ് ഒരു കോഴ്സ് കൊടുത്തിട്ട് ചികിത്സ ചെയ്യും. പിന്നെ പ്രോസ്റ്റേറ്റിന് സ്ഥിരം കൊടുക്കുന്ന മരുന്നുകളുണ്ട്, നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്ന ഒരു അസുഖമാണ് പ്രോസ്റ്ററ്റൈറ്റിസ്. ഡോക്ടർ, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കി കഴിഞ്ഞാൽ പിന്നീട് സാധാരണ പോലെയുള്ള ജീവിതം തന്നെ സാധ്യമാണോ? തീർച്ചയായിട്ടും. നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ള ഈ മൂന്ന് തരം അസുഖങ്ങളും ചികിത്സ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സാധാരണ രീതിയിൽ അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. ഒരു സാധാരണ നോർമൽ ലൈഫ് തന്നെ കൊണ്ടുപോകാൻ പറ്റും. പ്രോസ്റ്റേറ്റ് ക്യാൻസറിലായാലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ദീർഘത്തിന്റെ പ്രശ്നമേ ഇല്ല. കാരണം അതിപ്പം മെഡിസിൻ ചികിത്സയിലാണെങ്കിൽ, മരുന്ന് കൊടുത്തുള്ള ചികിത്സയിലാണെങ്കിൽ കുഴപ്പമില്ലാതെ രോഗിക്ക് പോകാൻ പറ്റും. അതല്ല, സർജറി കഴിഞ്ഞിട്ടാണെങ്കിലും സർജറിക്ക് ശേഷം യാതൊരു പ്രയാസവും സാധാരണ രീതിയിൽ ഉണ്ടാക്കാറില്ല. ഡോക്ടർ, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ കുറിച്ച് പലർക്കും ഇപ്പോഴും വലിയ അറിവില്ല. എന്താണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, എന്താണ് അതിന്റെ പ്രവർത്തനം? പലർക്കും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ പറ്റി ഒരു ധാരണ വളരെ കുറവായിട്ടുള്ള കാര്യമാണ്. അതേസമയം പലർക്കും ഹൃദയത്തിനെ പറ്റിയൊക്കെ വളരെ വ്യക്തമായ ധാരണയുണ്ട്. പക്ഷെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിൽ എവിടെയാണെന്നും എന്താണ് അതിന്റെ പ്രവർത്തനം എന്നുള്ളതിനെ പറ്റി തീരെ ഒരു ബോധമില്ലാത്ത ഒരു അവയവമാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളില്, അതായത് അടിവയറില് മൂത്രസഞ്ചിക്ക് അടിയിലായിട്ട് മൂത്രനാളിക്ക് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ്. നമ്മൾ സൈസ് പറയുവാണെങ്കിൽ സാറിന് വലിയ നെല്ലിക്കയുടെ വലിപ്പം മാത്രമുള്ള ഒരു ഗ്രന്ഥിയാണിത്. പുരുഷന്മാരിൽ മാത്രമേ ഇത് കാണാറുള്ളൂ. അതിനെയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സാധാരണ പുരുഷന്മാരിലെ അവരുടെ സെമൻ ഉണ്ടാക്കുന്നതിന്റെ ഒരു ഭാഗം, അതിന്റെ ഒരു 2 ഭാഗത്തോളം വരുന്നത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്നുള്ള ശ്രവണങ്ങളാണ്, സെക്രീഷൻസ് ആണ്. അപ്പൊ ആ സെമൻ ഉണ്ടായി ആ സ്പേംസിനെ അതിനകത്ത് ആരോഗ്യപരമായി നിലനിർത്തുന്നതിന് വേണ്ടുന്ന ഘടകങ്ങളും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സെക്രീഷൻസിനുണ്ട്. ഇതാണ് അതിന്റെ ധർമ്മം. അപ്പൊ എന്തൊക്കെ രോഗങ്ങളാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട് കണ്ടുവരുന്നത്? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പ്രധാനമായും 3 തരം അസുഖങ്ങളാണ് ബാധിക്കുന്നത്. ഒന്ന്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ഇൻഫെക്ഷൻ, അതിനെയാണ് നമ്മൾ പ്രോസ്റ്ററ്റൈറ്റിസ് എന്ന് പറയുന്നത്. 2, പ്രോസ്റ്റേറ്റിലെ വീർക്കം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വളർന്ന് വീങ്ങി വരുന്നതിനാണ് BPH അഥവാ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ. 3, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഇതിൽ 3ഉം സാധാരണ രീതിയിൽ വിവിധ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിലായിരിക്കും ഉണ്ടാകുന്നത്. പേരൂർ ആശുപത്രിയിൽ ചെയർമാനും ചീഫ് യൂറോളജിസ്റ്റുമായ ഡോക്ടർ വി സതീഷ് കുമാറാണ്